ഹായ് മക്കളെ, അപ്പോൾ എന്ത് പറയുന്നു എല്ലാവരും? അപ്പോൾ നമുക്ക് ഇന്ന് കെമിസ്ട്രിയിലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നിങ്ങൾക്കറിയാം, ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഇന്ന് മിസ്സ് വന്നേക്കണത് ബോത്ത് നീറ്റ് ആൻഡ് ജെഇ സ്റ്റുഡൻസിന് ഒരേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ്. ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം സമയം കളയണില്ല. ഐ എം ഡയറക്ട്ലി മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ. സോ ലുക്ക്, ദ ക്വസ്റ്റ്യൻ ഇസ് ഐഡന്റിഫൈ ദ മേജർ കോമ്പൗണ്ട് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. മേജർ കോമ്പൗണ്ട്, ആ പോയിന്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി നോക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോമ്പൗണ്ട് ശ്രദ്ധിച്ചേ, ഒരു ആൽക്കൈൻ ആണ് അല്ലേ? ഇറ്റ് ഈസ് ആൻ ആൽക്കൈൻ and that alkyne is supposed to react with what? Mercuric sulfate and sulfuric acid. And above the arrow you can see water. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും it is what? Hydration. To be more specific, it is mercuric sulfate catalyzed hydration. ഇതിന്റെ പ്രോഡക്റ്റ് മിസ്സിന് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഒറ്റ ഒരു റൂൾ അപ്ലൈ ചെയ്താൽ മതി, മാർക്കോണിക്കോവ്സ് റൂൾ. And the rule says the negative part of the addendum will be attached to the carbon of the multiple bond containing less number of hydrogen atom. Over here our addendum is water. അങ്ങനെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് എഴുതാം, പക്ഷേ അതിനു മുമ്പ് ഞാൻ അതിൻ്റെ ഒരു മെക്കാനിസം കാണിക്കുന്നുണ്ട് ഫോർ യു ടു ബി വെരി ക്ലിയർ വിത്ത് ഇറ്റ്. അപ്പോൾ ആദ്യം നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ആസ് പെർ മാർക്കോണിക്കോവ്സ് റൂൾ യു ആർ ഗെറ്റിംഗ് CH3, CH, CH3, COH, ഡബിൾ ബോണ്ട് CH2. മിസ് മാർക്കോണിക്കോവ് റൂൾ അപ്ലൈ ചെയ്തു. പക്ഷെ ഇതല്ല നമ്മുടെ പ്രോഡക്റ്റ്. എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതല്ല. കാരണം ഇവിടെ മക്കളെ നോക്കിക്കേ, നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ഈനോൾ ആണ്. ശരിയാണോ? ഈനോൾ, കാർബൺ ബെയറിംഗ് ഡബിൾ ബോണ്ട് ഹാസ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓൺ ഇറ്റ്. സോ ദിസ് ഇസ് വാട്ട്? an unsaturated alcohol. ശരിയല്ലേ? ഈനോൾ നമുക്കറിയാം, ഇറ്റ് ക്യാൻ അണ്ടർഗോ ടോട്ടോമെറിസം. ഏത് ടോട്ടോമെറിസം ആണത്? കീറ്റോ ഈനോൾ ടോട്ടോമെറിസം. അപ്പൊ ഇപ്പൊ നമ്മുടെ കൈവശമുള്ളത് ഈനോൾ ഫോം ആണ്. സോ ദാറ്റ് വിൽ ടോട്ടോമറൈസ്. ആ ടോട്ടോമറൈസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫൈനൽ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ടോട്ടോമറൈസ് ചെയ്യുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്ന് നോക്കാം. അതിനു മുമ്പ് മിസ് ആ ആരോ ഇട്ടേക്കണം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ പ്രോഡക്റ്റിലോട്ടാണ് ഞാൻ ആരോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കുന്നത് അല്ലേ? കാരണം എന്താ? കീറ്റോ ഫോം ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സ്റ്റേബിൾ കമ്പയർഡ് ടു ദ ഈനോൾ. ഓക്കെ, സോ ഹൗ വിൽ ദ കീറ്റോ ഫോം അപ്പിയർ? കീറ്റോ ഫോം, ഹിയർ ദിസ് OH bond will undergo cleavage and this multiple pi electron bond will move towards here. So the product will be CH3, CH, CH3, C double bond O CH3. നോക്കാ, this is the keto form and it is a ketone. കാർബോണിൽ ഗ്രൂപ്പ് വന്നേക്കുന്നു. So this is X over here. ഇനി മിസ് ആ എക്സ് കിട്ടാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് പറയാം. ഏതെങ്കിലും ഒരു ആൽക്കൈൻ ആയിക്കോട്ടെ, when it is subjected to this reaction condition, the end product will be either an aldehyde or a ketone after tautomerism. Okay, ഇനി ഏത് ആൽഡിഹൈഡ് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ? നമുക്ക് ഈഥൈൻ എന്ന ആൽക്കൈൻ വന്നാൽ മാത്രമേ ആൽഡിഹൈഡ് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മറ്റേതൊരു ആൽക്കൈൻ വന്നാലും എൻഡ് പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി കീറ്റോൺ ആയിരിക്കും ആഫ്റ്റർ ടോട്ടോമെറിസം. അത് മനസ്സിൽ വെച്ചോളൂ. അപ്പൊ ഇവിടെ നമുക്ക് കീറ്റോൺ കിട്ടി, കാരണം ഇത് ഈഥൈൻ അല്ലല്ലോ. മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ എക്സ് വരെ നമ്മൾ എത്തി. ഇനി ഈ കിട്ടിയ കോമ്പൗണ്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യുമെന്നാണ് അടുത്തത് പറഞ്ഞേക്കണത്? ഗ്രിഗ്നാർഡ് റിയേജന്റ് C2H5MgBr. ഇയാളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാണ്? ഏറ്റവും പരമപ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ്, സ്ട്രോങ് ബേസ് ആണ് അല്ലേ? അപ്പോൾ കാർബോണിൽ കോമ്പൗണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെക്കാനിസം ഏതാണ് മക്കളെ? പറഞ്ഞേ. യെസ്, ഇറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ മെക്കാനിസം. അപ്പൊ അടുത്തത് നടക്കാൻ പോകുന്നത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ മെക്കാനിസം ആണ്. അപ്പൊ നമുക്കറിയാം, ഈ ആൽക്കൈൽ മെഗ്നീഷ്യം ബോണ്ട് കോവലന്റ് ആണ്. മെഗ്നീഷ്യം ഹാലജൻ ബോണ്ട് ആണെങ്കിൽ അയോണിക്കും ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ ഓവർ ഹിയർ? The alkyl magnesium bond will undergo cleavage and what will happen? This bond will be attached over here. So how will the product appear? CH3, CH, CH3,
C, this is moving towards here. Pi electron moving towards the more electronegative oxygen. O, ആ ഓയിലോട്ട് ആര് വന്ന് അറ്റാച്ച് ചെയ്യും? ആൽക്കൈൽ മെഗ്നീഷ്യം ബോണ്ട് ക്ലീവ് ചെയ്തിട്ടുള്ള ആൽക്കൈൽ പാർട്ട് will be attached over here. C2H5 will be attached over here. And oxygen oda air attached ചെയ്തു നിൽക്കുന്നു? MgBr. This is an intermediate product. This is an intermediate product. And this will undergo what? Hydrolysis. This will undergo hydrolysis. Upon hydrolysis, what will happen? This HOH bond will undergo cleavage. OMgBr bond will cleave over here. And what is the product that you obtain? The product that you obtain will appear as CH3, CH, CH3, C, C2H5. ഇയാൾ ഇവിടെ ഇല്ല കേട്ടോ. Then OH, CH3 plus MgOHBr. നോക്കാം, നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് എന്താണ്? ഒരു ടെർഷ്യറി ആൽക്കഹോൾ ആണ്, ശരിയല്ലേ? So the product now is a tertiary alcohol. This is then subject to react with what? Concentrated sulfuric acid upon heating. നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നത് എന്താ? Dehydration, removal of water. So definitely this hydroxyl group will be removed. അതോടൊപ്പം ഏത് ഹൈഡ്രജൻ പോകും? അപ്പോൾ ഒരു കാര്യം മിസ്സിന് ഇവിടെ പറയാനുള്ളത്, ആസിഡ് കാറ്റലൈസ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അതിലെ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന കോമ്പൗണ്ട് ഓൾറെഡി ഒരു ടെർഷ്യറി കാർബണിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൽക്കഹോളിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഫർദർ റീഅറേഞ്ച്മെന്റിന്റെ യാതൊരു ആവശ്യവുമില്ല. അല്ലാത്ത പക്ഷം either via 1,2 hydride shift or alkyl shift or via ring expansion we have to rearrange to get the more stable carbocation. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ ഇവിടെ നോക്കേണ്ടത് എന്താണ്? എലിമിനേഷൻ നടക്കുന്ന ബീറ്റ കാർബൺ ഏതാണ്? കാരണം ഇവിടെ ഈ കാർബൺ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന റീജിയനിന് അഡ്ജസന്റ് ആയിട്ട് ഈ കാർബൺ നിപ്പുണ്ട്, ഈ കാർബൺ നിപ്പുണ്ട് അല്ലെ? അപ്പൊ ഇതൊരു ബീറ്റ കാർബൺ ആണ്, ഇതും ഒരു ബീറ്റ കാർബൺ ആണ്. എവിടെ നിന്നുള്ളതാണ് നമ്മുടെ മേജർ കോമ്പൗണ്ട് എന്ന് പറയുന്നത്? There you have to follow another rule, and that rule is known as the Say's rule. The more substituted beta carbon has to be taken to undergo dehydration. Definitely, is it beta 1 or beta 2? Para, it is beta 2. But this hydrogen has to go with this OH as H2O. So, how will our final product appear? The final product will be of the form CH3, C, CH3, double bond C, C2H5, CH3. ഏതാണ് മക്കളെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? CH3, C, CH3, double bond C, C2H5, CH3. ഓപ്ഷൻ 4 is our correct answer. നോക്കുക മക്കളെ, എത്ര സ്റ്റെപ്പിൽ കൂടെ നമ്മൾ കടന്നുപോയി. First we discussed about hydration in presence of mercuric sulfate, alle? And the final product, as I told, will be definitely what? A carbonyl compound after tautomerism. Then we subjected that compound to what? Nucleophilic addition mechanism using Grignard reagent followed by hydrolysis. We got what? A tertiary alcohol. Tertiary alcohol kittan karanam endha? Adu ketone ആയിരുന്നുകൊണ്ടാണ്. മറ്റേതെങ്കിലും ഒരു ആൽഡിഹൈഡ് ആയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുക സെക്കൻഡറി ആൽക്കഹോൾ ആണ്, എക്സെപ്റ്റ് ഫോർമാൽഡിഹൈഡ്, ബിക്കോസ് ഫോർമാൽഡിഹൈഡ് വിൽ yield primary alcohol. Then last, this was subjected to what? Dehydration in presence of acid. And as already it is attached to a tertiary carbon, no need of any rearrangement for the tertiary carbocation. But in order to get the major product, we have to apply Say's rule. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായെന്ന് മിസ് വിചാരിക്കുന്നു. ഇത് പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു സമീകൃത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഇയറിലെ ഓർഗാനിക്കും സെക്കൻഡ് ഇയർ ഓർഗാനിക്കും ക്ലബ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് വർത്ത് ആൻഡ് മീനിങ് ഫുൾ ഫോർ യു. താങ്ക് യു ചിൽഡ്രൻ.